ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഇടവം രാശിയിൽ 30 നാഴികയും മിഥുനം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം. മകീരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് പരിശ്രമിക്കുന്ന ആത്മവിശ്വാസം വളരെ കൂടുതലുള്ളവരും കൂടിയാണ് ഈ മകീരം നക്ഷത്രക്കാർ. അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയിലാണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള 11ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ട് സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടും ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിലും എല്ലാം തന്നെ വിജയം നേടുവാനും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പൊതുവേ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തിസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം 12ാം ഭാവനാഥനും വ്യയാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധനച്ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. കുടുംബാധിപനും 5ാം ഭാവനാഥനുമായിരിക്കുന്നതായ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതും സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 5ാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു മാസമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. കൂടാതെ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും വിശേഷിച്ച് സന്താനഭാവങ്ങളിലെല്ലാം തന്നെ ഐശ്വര്യവും ശ്രേയസ്സും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്.
ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ദുരിതസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തിലാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതും 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും 6ാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. 7ാം ഭാവനാഥനും നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മാസത്തിൻ്റെ ആരംഭത്തിൽ. എന്നാലോ ഫെബ്രുവരി മാസം 11ാം തീയതി മുതൽ ഈ ബുധൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതും വിശേഷിച്ച് 5ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഫെബ്രുവരി മാസം 11ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന കാര്യങ്ങളിൽ ഉണർവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.